ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജൂലൈ 4, 5, 6, 7 തീയതികളിൽ ട്രിവാൻഡ്രം ലുലു മോളിൽ ഫ്ലാറ്റ് 50% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റയിലും ഷോർട്സിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി കാണാം, കാരണം എനിക്ക് കുറച്ച് ഹോം അപ്ലയൻസസ് നോക്കണം, പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അപ്പം എന്നെ പോലെ ടൈം ഉള്ളവർക്ക് പോവാം, ടൈം ഇല്ലാത്തവർക്ക് അറിയണ്ടേ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സോ നമുക്ക് എന്തായാലും പോയി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ലുലു മോളിൽ എത്തിയപ്പം തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻട്രൻസ് എന്ന് നമ്മുടെ പാർക്കിംഗ് വരെ ഞാൻ 25 മിനിറ്റ്സ് എടുത്തു. അത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു തിരക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് ഞാൻ കരുതി വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, ഇതൊരു വീക്ക് ഡേ അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊരു സമയം 12:30 12:30 ഇത്രയും തിരക്കാണെങ്കിൽ ഇപ്പം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ആദ്യം പോകുന്നത് ലുലു കണക്റ്റിലാണ്. അവിടെയാണ് ഇലക്ട്രോണിക് ഐറ്റംസും ഹോം അപ്ലയൻസസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളും കൂടി കണ്ടോളൂ. ലുലു ഫാഷനിലും ഒരുപാട് ബ്രാൻഡ്സൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എൻ്റെ 1-2 ഫ്രണ്ട്സ് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ബാഗ്സിനും നല്ല ഷൂസും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് ആണ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. എനിക്കെന്തായാലും പോകാൻ പറ്റിയില്ല, സമയമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടെ വന്നതിൻ്റെ ഒരു പകുതി എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാനിവിടെ മെയിനായിട്ട് വന്നത് ഇങ്ങനെ ഒരു ഗ്യാസ് ബർണർ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ അതെന്തായാലും എനിക്കൊരു നല്ല പ്രൈസിൽ കിട്ടി. അപ്പം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഇത് ബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇനി ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനായിരുന്നു അടുത്ത വലിയൊരു ടാസ്ക്. ഞാനൊരു 1 മണിക്കൂറോളം ആ ഒരു ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ ആ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നല്ല പേഷ്യൻസ് ലെവലൊക്കെ വെച്ചിട്ട് വേണം നിങ്ങളിവിടെ പർച്ചേസ് ചെയ്യാൻ വരാൻ. അങ്ങനെ ഞാൻ ബില്ലൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഒരു വലിയൊരു ഫ്ലെക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 50% 4, 5, 6, 7 ഡേയ്സിൽ അതൊരു നല്ലൊരിതായിട്ട് എല്ലാവർക്കും കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ വൗ ഷൈനയിൽ കയറിയിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാനിപ്പോൾ കഴിച്ചത് വെജ് ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ ചില്ലി പനീറും ആയിരുന്നു. അപ്പോൾ കൂടെ ഒരു കോൺ ഐസ്ക്രീം കൂടെ കഴിച്ചു. അപ്പം അതിനുശേഷം പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഫൺട്യൂറയിലും കുറേ എന്തൊക്കെയോ ഒരു ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ
ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇങ്ങനെ കയറി. അപ്പം അവിടെ കയറുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ എടുക്കണം എന്ന് തോന്നും, കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ 33 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കിലോയ്ക്ക്. അതൊക്കെ നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെന്താ, നമ്മുടെ ബേക്കറി അതിനൊന്നും വലിയ ഡിസ്കൗണ്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇത് ബേസിക്കലി ഹാഫ് പ്രൈസ് ഹാപ്പിനെസ്, നമ്മുടെ ഈ ഡെയിലി എസെൻഷ്യൽസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഇവിടെ 50% ഓഫ്. എന്തായാലും ഇപ്പം മന്ത്ലി നമ്മൾ ബഡ്ജറ്റ് ഒക്കെ നോക്കി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു 1 month 2 monthന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. അപ്പം ഇതൊക്കെയാണ് വീഡിയോ. അപ്പം നിങ്ങൾ കാണുക, അപ്പം നിങ്ങളും പോവുക, അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ വീഡിയോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.